ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓഫീസ് വ്ളോഗ് ആയാലോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജനുവരിയിൽ എല്ലാവരും വന്നിട്ടേ കൊടുക്കാവുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതിലൊരാൾ മിസ്സാണ് കേട്ടോ, ജോയിന. അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും അന്ന് പിന്നെ അവൾ വന്നിട്ട് കൊടുത്താൽ പോരായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള അപർണ ചേച്ചി 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡേ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ജോയിനിക്ക് പകരം അൽഫിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചി അൽഫിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജോയിനയുടെ ഗിഫ്റ്റ്സ്. ഇതാണ് ജോയിനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ. ഒരു ഹാൻഡ് ബാഗ്, വാച്ച്, കുറേയേറെ ഹെയർ ആക്സസറീസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ജോയിനിക്ക് കിട്ടിയത് അപർണ ചേച്ചിനെ ആയിരുന്നു. അപ്പം ചേച്ചിക്ക് നല്ല സന്തോഷമായി. പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ നോട്ട് അവൾ വെച്ചിട്ടുണ്ട്. അത് ചേച്ചി പോവല്ലേ, അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ നോട്ട് അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ആഗ്രഹിച്ചതുപോലത്തെ നല്ലൊരു പെയിൻറ്റ് ചെയ്യുന്ന ബുക്കും പിന്നെ കുറേയേറെ കളേഴ്സും ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാനുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടില്ല. ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തേനെ കേട്ടോ. അതുകൊണ്ട് ആരും ലിങ്കൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. പിന്നെ അസീനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അബിൻഷേനെയാണ് കേട്ടോ. അവൾ നല്ല നീറ്റായിട്ട് എസ്തെറ്റിക്കായിട്ട് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് അബിൻഷയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അബിൻഷയ്ക്ക് കുറേയേറെ ഹെയർ ആക്സസറീസും പിന്നെ അതേപോലെ അവൾക്ക് ഒരു ജേണലുമാണ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഓൾറെഡി അവൾ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. പിന്നെ അത് ഈ ജേണലിലാണെങ്കിൽ കുറേയേറെ നമ്മളുടെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. കുറേയേറെ കുട്ടി ബുക്കാണ്, പക്ഷെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഒട്ടിച്ചാലും തീരാത്ത അത്രയും സ്റ്റിക്കേഴ്സുണ്ട്. അബിൻഷിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം അവളും എക്സ്പെക്റ്റ് ചെയ്തത് ഇത് തന്നെയായിരുന്നു. നമ്മളൊരു വിഷ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ഗിഫ്റ്റ്സാണ് കൊടുക്കുക, ഏതൊക്കെ ഗിഫ്റ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ്സ് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരിതാവില്ലേ. അബിൻഷിക്ക് എന്നെയാണ് കിട്ടിയത് കേട്ടോ. കള്ളി എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അവളാണെങ്കിൽ ഈ ഗിഫ്റ്റ് പൊതിഞ്ഞത് ഞാനാണ്. എന്നിട്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അസീനെ ആണ് അവൾക്ക് കിട്ടിയത്. നമ്മൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഞാൻ നല്ല സർപ്രൈസായി. അതാണ് എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം കാണുന്നത്. ഞാൻ എല്ലാം ഒരു നാഗവല്ലിയെ പോലെ പൊളിച്ചടിക്ക് നോക്കി. പക്ഷേ എനിക്കറിയാം എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫ്ലാസ്കും പിന്നെ ഒരു കമ്മലും കുറച്ച് ഹെയർ ആക്സസറി എന്നതാണ് കിട്ടിയത്. പിന്നെ ഉമേമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അസീനയായിരുന്നു കേട്ടോ. അസീന ഇതേപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു, ഒരു കുട്ടി ക്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് ഇതേപോലെ ഒരു കുട്ടി ടോയ് ഉണ്ടായിരുന്നു. ടോയിലല്ലോ എന്താ പറയുന്നതിന്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് ഉമേമേനായിരുന്നു കേട്ടോ. ഉമേമയുടെ ഗിഫ്റ്റ്സ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ അതാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാച്ചും പിന്നെ ഒരു വാട്ടർ ബോട്ടിലും പിന്നെ 2 ക്ലിപ്സായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉമേമയ്ക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്സൊക്കെ ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. എല്ലാവരുടെ ഗിഫ്റ്റ്സ് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി വിഷ് ലിസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. ഈ വാച്ച് നല്ല അഫോർഡബിളായി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്